മരുമോളെ പണ്ടേ അടിച്ചിറക്കി വിടണമായിരുന്നു. ഒടുക്കന്നിന്റെ തലയ്ക്കകത്ത് വെട്ടം വീണപ്പോ സ്വന്തം മകളുടെ ജീവിതം ഇരുട്ടിലായി. അമ്മേ, മുത്തശ്ശി വരുന്നുണ്ട്. ആരാടാ? ഓ, ജോലി തേടിപ്പോയ ദേവി. ആഹാ, വന്നേ പാർവതി. അവള് ചാക്ക് നിറയെ ജോലിയും കൊണ്ട് വരുന്നതൊന്ന് കാണട്ടെ, എന്നിട്ട് മതി ബാക്കി. കിട്ടിയടി നിനക്ക് ജോലി? കിട്ടിയില്ല മുത്തശ്ശി, പക്ഷെ കിട്ടും. ഞൊട്ടും. നിനക്കതിനൊന്നുള്ള യോഗ്യതയില്ലടി. അതല്ലേ നീ ആഫീസർ കളിക്കാൻ പോയ ആശുപത്രി കൊല്ലം ഒന്ന് തികയുന്നതിന് മുമ്പ് അടച്ചുപൂട്ടിയത്? അത് ഞാൻ. നിത്യമോൾ എന്റെ അമ്മേ? അയ്യോ, എന്തിയെന്നോ തല്ലി തളർത്തിയിട്ട കൊച്ചു നാലുകാലം പറിച്ച് ഓടുന്നു. അല്ലേ അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ പാർവതി? നിത്യ ഉറക്കമാണോ? അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഉറക്ക. ഇപ്പൊ മയങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ചെന്ന് ഉണർത്താനൊന്നും പോണ്ട. ആ കൊച്ചു കണ്ണു തുറക്കുന്ന പാടെ നിന്നെ കണ്ടാലേ അത് പേടിക്കും. അതെ, കള്ളിയങ്കാട്ട് നീലിയാണെന്ന് തോന്നുന്നു. അതെ അതെ. എന്തായാലും താടിയും മുടിയും നീട്ടി വളർത്തിയ കാട്ടാള രൂപമൊന്നും അല്ലല്ലോ. ജോലി തെണ്ടി തുടങ്ങിയപ്പോ തന്നെ ഇത്രയും അഹമ്മതി എന്ന് വെച്ചാലേ അവള് നാളെ മജിസ്ട്രേറ്റ് ആവാൻ പോവല്ലേ? ഒന്ന് നിന്നേ. നീ എന്തടി പറഞ്ഞേ? ഞാൻ കാട്ടാളനാണ്? കാട്ടാളനല്ലടി, മാരീചന. ഞാൻ ഏത് വേഷം ധരിക്കുന്ന മാരീചൻ? നിനക്കിപ്പോ എന്താടാ വേണ്ടേ? നീ ജോലി തേടിപ്പോയതല്ലാന്ന് എനിക്കറിയാം. പിന്നെ